എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ബേബിനെയും വെച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ആക്ച്വലി കേരളത്തിലെ 80% ആൾക്കാർ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ മദർഹുഡും കോഴ്സും എല്ലാം കൂടെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? പലപ്പോഴും നമ്മളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. പിന്നെ എൻ്റെ ആദ്യത്തെ 2 പ്രസവത്തിൽ എനിക്ക് നല്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ കടന്നു വരുന്നത്. അങ്ങനെ മൈൻഡ്ഫുൾനെസ് പഠിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന 3rd പ്രഗ്നൻസിക്ക് ശരിക്കും ഞാൻ ആ മൈൻഡ്ഫുൾനെസ്സിന്റെ മാജിക്ക് പഠിച്ചത് അതിലൂടെയാണ്. അതായത് ഈവൻ ദോ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ടാവും, പോസ്റ്റ്മോർട്ടം അറിയാലോ. അപ്പം ആ അപ്സ് ആൻഡ് ഡൗൺസിലും നമ്മളെ എങ്ങനെ മാനേജ് ചെയ്യണം, കാമായിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് കറക്റ്റായിട്ട് ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞാനൊരു കോഴ്സ് 4 വീക്ക് കോഴ്സ് നമ്മളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ആ സമയത്ത് എങ്ങനെ നമ്മൾ ബേബിയായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് നമ്മളെ തന്നെ കാമാക്കി എങ്ങനെ നമ്മളെ കാര്യങ്ങൾ മുന്നേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് വെച്ചിട്ട്. അപ്പം മെന്റലി ആ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു സമയം, നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു സമയം, നമുക്ക് എങ്ങനെ നമ്മുടെ ബേബിയായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാം, നമ്മളുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന 4 വീക്ക് കോഴ്സ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അതിലൂടെ അവർക്ക് അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് ആ ഒരു കാംനെസ് അവരിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ ഒരു 4 വീക്ക് കോഴ്സിലൂടെ അവർക്ക് നല്ലൊരു റിലീഫ് ആയിരിക്കും.